ഹലോ എവരി വൺ. സോ GAB ഒക്കെ എഴുതി അടിപൊളിയായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് മൂവ് ചെയ്യാം. സോ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, എക്സാംസ് എഴുതുന്നത് മോക്ക് എക്സാംസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റിയൽ എക്സാംസിലേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് മോക്ക് എക്സാംസ് ആണ് നമ്മുടെ റിയൽ എക്സാംസിനെ ഈസിയാക്കി മാറ്റുക. സോ GAB ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എല്ലാ GABസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതുമാത്രമല്ല, എന്ത് മിസ്റ്റേക്സ് ആണോ നിങ്ങൾക്ക് ഈ വരുന്ന GABസിൽ നിങ്ങൾക്ക് പറ്റിയത് അത് റെക്ടിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം അടുത്ത GABയിൽ നമ്മൾ പെർഫോം ചെയ്യാം. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കൂളോം ഓഫ് ചാർജസ്. ഒരു കൂളോം ചാർജ് ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ, Q is equal to NE ആണെങ്കിൽ ഒരു കൂളോം ചാർജിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ Q/E അല്ലേ. സോ Q1 ആണ്. ഈയുടെ വാല്യൂ 1.6 × 10⁻⁻19 ആണ്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 6.25 × 10⁻18. ആൻസർ ഈസ് ഓപ്ഷൻ 1. ബൈ ഹാർട്ട് പഠിച്ച റിസൾട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ദെൻ എ ചാർജ് Q is divided on 2 objects. The values of charges on the objects so that the force between the objects can be maximum R. ഇതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് അറിയുന്നതാണ്, കാരണം നമ്മളിത് പഠിച്ച റിസൾട്ടുകൾ. അതായത് ഒരു Q എന്നുള്ള ചാർജിനെ ഒരു R ഡിസ്റ്റൻസ്, ഈ ഒരു Q എന്നുള്ള ചാർജിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് R ആണ്. ഈ Q എന്നുള്ള ചാർജിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഈ ചാർജിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഇവ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് മാക്സിമം ആവുക എന്ന ചോദ്യം. സോ ഞാൻ ചോദിക്കുകയാണ്, ഈ ചാർജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഇവിടുത്തെ ചാർജ് Q/2 ഇവിടുത്തെ ചാർജ് Q/2 ആവുമ്പോഴാണ് നമുക്ക് ഇവിടെ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് മാക്സിമം ആവുക. സോ ഇവിടെ നിങ്ങൾ ഗ്രാവിറ്റേഷനിലും ഇതേ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫോഴ്സ് മാക്സിമം ആവണമെങ്കിൽ ഈ തരുന്ന ചാർജിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, ഈക്വലി ഡിവൈഡ് ചെയ്യണം. Q/2 എന്നുള്ള ഫോമിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് വരിക, ഇവ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് മാക്സിമം ആവുക. ഒരു Q എന്നുള്ള ചാർജിനെ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 4 കൂളോം എന്നുള്ള ചാർജിനെ R ഡിസ്റ്റൻസ് അകലിൽ നിങ്ങൾക്ക് 3 കൂളോം 1 കൂളോം എഴുതാം, അല്ലെങ്കിൽ 2 കൂളോം 2 കൂളോം എഴുതാം. അങ്ങനെ പല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. എപ്പോഴാണ് ഇവ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് മാക്സിമം ആവുക, 4 കൂളോംത്തിനെ 2 കൂളോം എന്നുള്ള രീതിയിൽ എഴുതുമ്പോഴാണ് ഇവ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് മാക്സിമം ആവുക. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതി. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ F is equal to K into capital Q into മറ്റേ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ Q മൈനസ് Q എന്ന് എഴുതുക ഡിവൈഡ് ബൈ R². ഇതിന് നമുക്ക് മാക്സിമം ഫോഴ്സ് കണ്ടുപിടിക്കാൻ DF ഡിവൈഡ് ബൈ DQ ചെയ്താൽ മതി. DF ഡിവൈഡ് ബൈ DQ ഒരു സാധനത്തിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ റിസൾട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് നിങ്ങൾ ആ റിസൾട്ട് പഠിച്ചിരിക്കേണ്ട മക്കളെ, ആ വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട. എന്താണത്, ഒരു ചാർജിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ചാർജുകളാക്കി മാറ്റുമ്പോൾ എപ്പോഴാണ് ആ ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് മാക്സിമം ആവുക, ഡിസ്റ്റൻസ് മാറാതെ എപ്പോഴാണ് ആ ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് മാക്സിമം ആവുക, അത് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണെന്നുള്ള റിസൾട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. നെക്സ്റ്റ്, ദ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്യൂബ് ഓഫ് വിച്ച് സൈഡ് A which holds a charge Q at one of its corner. കോർണറിലാണെങ്കിൽ ഉണ്ടാവുന്ന ചാർജ്, ഒരു ക്യൂബ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ക്യൂബിൻ്റെ എത്ര കോർണേഴ്സ് ഉണ്ട്, 8 കോർണേഴ്സ് ഉണ്ട്. സോ ഞാനിവിടെ ഒരു Q എന്നുള്ള ചാർജിനെ കൊണ്ടുവച്ചാൽ ആ ക്യൂബിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ Q എന്നുള്ള ചാർജിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു മൊത്തം കുറേ ക്യൂബിൻ്റെ അകത്ത് വെക്കണമെങ്കിൽ 8 ക്യൂബുകൾ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ Q എന്നുള്ള ചാർജ് അകത്ത് വരിക അല്ലേ. അതായത് ഇവിടെ ഒരു ക്യൂബ് വേണം, ഇതിൻ്റെ സൈഡിൽ ഒരു ക്യൂബ് വേണം, ബാക്കിൽ ഒരു ക്യൂബ് വേണം, ഇവിടെയും ഒരു ക്യൂബ് വേണം. അങ്ങനെ 4 ക്യൂബുകൾ മുകളിലും വേണം. അതായത് Q എന്നുള്ള ചാർജിൻ്റെ എത്ര ഭാഗമാണ് ഈ ഒരു സൈഡുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്, Q/8 ആണ്. ഈ ഒരൊറ്റ ഭാഗവുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്ന Q എന്നുള്ള ചാർജിൻ്റെ 1/8 ഭാഗമാണ്. സോ ഫ്ലക്സ് ത്രൂ ദിസ് ക്യൂബ് എന്ന് പറഞ്ഞിരിക്കുന്നത് Q/8 E∈0. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ തെറ്റല്ലല്ലോ. വേഗം നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്തു പോകാൻ വേണ്ടി പറ്റിയില്ലേ? ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് കിട്ടിയോ? അതായത് Q എന്നുള്ള ചാർജിൻ്റെ അകത്താണെങ്കിൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/ε0 ആണ്. Q എന്നുള്ള ചാർജിൻ്റെ അകത്തല്ല, ഇതിൻ്റെ കോർണറിലാണ്. അപ്പോൾ ഈ ഒരു Q എന്നുള്ള ചാർജിനെ നമ്മൾ 8 ക്യൂബുകൾ ചേർത്ത് വെക്കുമ്പോഴാണ് ടോട്ടൽ ഫ്ലക്സ് എന്ത് വരിക, 8 ക്യൂബുകൾ വെക്കണം. ഒരു ക്യൂബ് ഇവിടെ വരണം, ഒരു ക്യൂബ് ഇവിടെ വരണം, ഒരു ക്യൂബ് ഇവിടെ വരണം, അതിൻ്റെ ബാക്കിലും ഇതേപോലെ ക്യൂബുകൾ വരണം. അപ്പം 8 ക്യൂബുകൾ ചേരുമ്പോഴാണ് Q എന്നുള്ള ചാർജ് മൊത്തം അകത്ത് വരിക. ഈ 8 ക്യൂബുകളുടെ ചേർന്ന് ഒരൊറ്റ ക്യൂബായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 8 ക്യൂബുകളിൽ നിന്ന് വരുന്ന ഫ്ലക്സ് Q/ε0 ആണെങ്കിൽ ഒരു ക്യൂബിൽ നിന്ന് വരുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/8ε0. അങ്ങനെ നിങ്ങൾക്ക് ഇത് ആലോചിച്ച് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ദെൻ 2 charged spherical conductors of radius R1 and R2 are connected by a wire. Then the ratio of surface charge densities of the spheres are σ1 divided by σ2 is. എടാ, 2 charged spherical conductors of radius R1 and R2 are connected by a conducting wire. ഇതൊരു സ്ഫിയർ, ഇത് വേറൊരു സ്ഫിയർ, ഇത് Q1, ഇത് Q2, ഇതൊരു വയറുമായി കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റേഡിയസ് R1, ഇതിൻ്റെ റേഡിയസ് R2 ആണെങ്കിൽ ഇതൊരു വയറുമായി കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ
രണ്ടിലെയും ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. ഇതിലെ ചാർജ് Q1 ഡാഷ് ആയിരിക്കും, ഇതിലെ ചാർജ് Q2 ഡാഷ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ചാർജ് വിൽ ഫ്ലോ ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. എപ്പോഴാണ് അതിൻ്റെ ചാർജ് ഫ്ലോ സ്റ്റോപ്പ് ആവുക? പൊട്ടൻഷ്യൽ ഈക്വൽ ആകുമ്പോഴാണ്. സോ ഞാൻ എന്ന് ചോദിക്കുകയാണ്, ഇയാളുടെ പൊട്ടൻഷ്യലും രണ്ടാളുകളുടെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവില്ലേ? സോ K ഇൻറ്റു ഇയാളുടെ ചാർജ് Q1 ഡാഷ് ഡിവൈഡ് ബൈ R1 ഇസ് ഈക്വൽ ടു K ഇൻറ്റു Q2 ഡാഷ് ഡിവൈഡ് ബൈ R2 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് Q1 ഡാഷ് ഡിവൈഡ് ബൈ Q2 ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താം? R1 ഡിവൈഡ് ബൈ R2 എന്ന് എഴുതി കൂടെ? പക്ഷേ ചോദ്യം എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇക്വേഷൻ എന്താ? Q ഡിവൈഡ് ബൈ ഏരിയ. വാട്ട് ഇസ് ഏരിയ? 4πr². സോ നമുക്കിവിടെ σ1 ബൈ σ2 എന്ന് എഴുതുമ്പോൾ Q1 ഡാഷ് ഡിവൈഡ് ബൈ Q2 ഡാഷ് ഇൻറ്റു താഴത്ത് R1 സ്ക്വയർ വരും, മുകളിൽ R2 സ്ക്വയർ വരും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് Q1 ഡാഷ് ഡിവൈഡ് ബൈ Q2 ഡാഷ്? R1 ഡിവൈഡ് ബൈ R2 ഇൻറ്റു R2 സ്ക്വയർ ഡിവൈഡ് ബൈ R1 സ്ക്വയർ. R1ഉം R1 സ്ക്വയറും R2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടും R2 ഡിവൈഡ് ബൈ R1. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, R2 ഡിവൈഡ് ബൈ R1. കണ്ടോ നിങ്ങൾ? അതായത് നിങ്ങളിതിൻ്റെ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് പഠിക്കുന്നത്, അതായത് രണ്ട് ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ഒരു വയറുമായി കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ടച്ച് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ചാർജ് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചില്ലേ? എന്നാൽ ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് അല്ല, രണ്ട് ഡിഫറൻറ്റ് റേഡിയസ് ഉള്ള ആളുകൾ ഒരു വയറുമായി കണക്ട് ചെയ്യുമ്പോൾ ചാർജ് വിൽ ഫ്ലോ ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ അണ്ടിൽ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബിക്കം സെയിം. പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞാൽ ചാർജ് ഫ്ലോ സ്റ്റോപ്പ് ആവും. സോ പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞാലുള്ള ചാർജിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ R1 ബൈ R2 ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ R2 ബൈ R1 ആണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ്. സെറ്റല്ലേ? നെക്സ്റ്റ് നോക്കണം. എ ഹെക്സഗൺ ഓഫ് സൈഡ് 8 cm ഹാസ് എ ചാർജ് ഓഫ് 4 microcoulomb അറ്റ് ഈച്ച് ഓഫ് ഇറ്റ്സ് വേർട്ടിസസ്. ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, എത്ര വേർട്ടിസസ് ഉണ്ടാവുക? 6 വേർട്ടിസൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാ വേർട്ടിസിലും 1 2 3 4 5 6 ചാർജുകൾ 6 വേർട്ടിസിൽ വെച്ചിട്ടുണ്ട്. സെൻറ്ററിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ സൈഡ് ലെങ്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സെൻറ്ററിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? ഇത് A ആണെങ്കിൽ ഇത് A ആണ്, 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 ഇത് A ആണ്. എല്ലാ സൈഡ് ലെങ്ത്തും A തന്നെയായിരിക്കും അല്ലേ? വേർട്ടിസിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് സൈഡ് ലെങ്ത്തിന് ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ KQ ഡിവൈഡ് ബൈ R ആണെങ്കിൽ 6 പേരുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇൻറ്റു 6 ആയിരിക്കും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് K? 9 × 10⁻⁹. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് Q? Q എന്ന് പറഞ്ഞാൽ 4 × 10⁻⁻6. R-ൻ്റെ വാല്യൂ 8 × 10⁻² ഇൻറ്റു 6 എന്ന് വരും. 4 8 2 പ്രാവശ്യം, 2 6 3 പ്രാവശ്യം, 9 × 3 27. 27 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ദർ ഈസ് ഓൺലി വൺ ഓപ്ഷൻ. ആൻസർ വിൽ ബി ഓപ്ഷൻ 1, 2.7 × 10⁻6 ആയിരിക്കും. ഞാൻ അവിടെ വെച്ച് ശരിക്കും ആൻസർ നിർത്തി. വൈ? ബിക്കോസ് ബാക്കി എല്ലാ വാല്യൂസും ഡിഫറൻ്റ് അല്ലേ? വേണമെങ്കിൽ നമ്മൾ പവർ നോക്കാം. എങ്ങനെ നോക്ക്? 10⁻⁻6ഉം 10⁻9ഉം 10⁻3. അതിലേക്ക് -2 വന്നാൽ +2 വരും. സോ 27 × 10⁻5 വോൾട്ട് അല്ലെങ്കിൽ 2.7 × 10⁻6 വോൾട്ട് എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 9 cm ഫ്രം 3 nanocoulomb? എടാ നോക്കടാ, 3 nanocoulomb. 3 nanocoulomത്തിൽ നിന്ന് 9 cm അകലെ ഒരു പോയിന്റ് P ഉണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ് ചോദിച്ചാൽ, പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P ഈസ് ഈക്വൽ ടു KQ ഡിവൈഡ് ബൈ R അല്ലേ? ദ വാല്യൂ ഓഫ് K എത്രയാണ്? 9 × 10⁻9. ദ വാല്യൂ ഓഫ് Q എത്രയാണ്? 3 × 10⁻⁻9 ഡിവൈഡ് ബൈ R എത്രയാണ്? 9 × 10⁻². സോ ഈ 9ഉം ക്യാൻസൽ ചെയ്താൽ 3 × 10⁻9ഉം 10⁻9ഉം ക്യാൻസൽ ചെയ്താൽ 10⁻² മുകളിലേക്ക് പോയാൽ +2 ആവും. അപ്പോൾ 300 വോൾട്ട്. ആൻസർ ഈസ് ഓപ്ഷൻ 1. ദെൻ ദ എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ A with a separation D being filled with dielectric constant ε0 in terms of electric field between them. എനർജി സ്റ്റോർഡ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. എനർജി സ്റ്റോർഡ് ഇക്വേഷൻ എന്താ? U is equal to ½ CV² ആണ്. പക്ഷേ ഇവിടെ ½ ε0 E² എന്നുള്ള ഫോർമാറ്റ് ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. എനർജി ഡെൻസിറ്റി. വാട്ട് ഈസ് എനർജി ഡെൻസിറ്റി? എനർജി പെർ യൂണിറ്റ് വോളിയം. ഇതിൻ്റെ വാല്യൂ ആണല്ലോ ½ ε0 E². അപ്പോൾ എനർജി സ്റ്റോർഡ് ഡിവൈഡ് ബൈ യൂണിറ്റ് വോളിയത്തിന് വിളിക്കുന്ന പേരാണല്ലോ ½ ε0 E². സോ എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ½ ε0 E² ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറയാൻ എന്ത് വരും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തമ്മല്ലേ വരിക? A ഇൻറ്റു D എന്ന് വരും, AD വരും. ½ ε0 E² ഇൻറ്റു AD എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. നോർമലി കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ ½ CV² ആണ്, ½ QV ആണ്, Q²/2C ആണ് അല്ലേ? Q² / 2C. പക്ഷേ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എനർജി ഡെൻസിറ്റിയുടെ ഫോമിലാണ് നമ്മുടെ ആൻസർ കൊണ്ടുവരേണ്ടത്. സോ എനർജി ഡെൻസിറ്റി എന്താണെന്ന് കുട്ടിക്ക് അറിയണം. എനർജി ഡെൻസിറ്റി ½ ε0 E² ആണെങ്കിൽ എനർജി
സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയമാണ് അതെന്നും എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു വോളിയം ചെയ്താലാണ് ആൻസറിലേക്ക് എത്തുക എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചോദ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ദെൻ നിങ്ങൾ ചെയ്തത് ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 8 കമ്പാരിസൺ അല്ലേ, സോറി മാച്ച് ദ ഫോളോയിങ് അല്ലേ. കോളം 1 ഗീവ് സർട്ടൻ ഫിസിക്കൽ ടേംസ്, കോളം 2 മാച്ച് ചെയ്യുക. കറണ്ട് ഡെൻസിറ്റി, വാട്ട് ഈസ് കറണ്ട് ഡെൻസിറ്റി? കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ അല്ലേ. കറണ്ട് is equal to I is equal to NAVDE ഡിവൈഡ് ബൈ എ ചെയ്താൽ എ ക്യാൻസൽ ചെയ്താൽ N ഇൻറ്റു വി ഡി ഇൻറ്റു ഇ എന്ന് വരും. സോ NEVD കറണ്ട് ഡെൻസിറ്റി ഡി എന്ന് പറഞ്ഞാൽ ക്യൂ കിട്ടും. ഡി ക്യൂ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി സി ഏതാ? റിലാക്സേഷൻ പീരീഡ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എ എന്ന് പറയാൻ എന്താ വരിക? ഇ ബൈ എം ഇൻറ്റു ടോ അല്ലേ ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ AR വരും. AR ഇവിടെയും AR അല്ലേ, സോ കാര്യമില്ല. ഈ ബി ഏതാ? ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി റോ അല്ലേ. റോ is equal to M ഡിവൈഡ് ബൈ N E സ്ക്വയർ ടോ. അപ്പോൾ ടോ is equal to M ഡിവൈഡ് ബൈ N E സ്ക്വയർ റോ എന്ന് എഴുതി കൂടെ. ഇവിടെ M ഡിവൈഡ് ബൈ N E സ്ക്വയർ റോ ഉണ്ട്. M ഡിവൈഡ് ബൈ N E സ്ക്വയർ റോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം അല്ലേ. അപ്പോൾ CP വരും. CP അപ്പോൾ ബി എന്താ വരിക? എസ് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. ഓപ്ഷൻ 2. അപ്പോൾ നിങ്ങൾ ശരിക്കും കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിലെ ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. സോ 8th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 2. ദെൻ ദ റെസിസ്റ്റൻസ് ഓഫ് പ്ലാറ്റിനം വയർ അറ്റ് 0 degree Celsius is 2 ohm and 6.8 ohm at 80 degree Celsius. ടെമ്പറേച്ചർ ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ്, നമുക്കറിയാം RT is equal to R0 into 1 plus alpha T. നിങ്ങൾ പഠിച്ചില്ലേ? R0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയാണ്. RT 6.8 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 1 plus ആൽഫയാണ് കണ്ടുപിടിക്കുന്നത്. ടെമ്പറേച്ചർ 80 ആണെന്ന് പറയുന്നുണ്ട്. 6.8 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 3.4 is equal to 1 plus 80 into ആൽഫ വരും. സോ 80 ആൽഫ എന്നാൽ 3.4 minus 1 2.4 വരും. ആൽഫ is equal to 2.4 ഡിവൈഡ് ബൈ 80 വരും. 8 24 3 പ്രാവശ്യത്തിലേക്ക് പോവാം. സോ ഞാൻ മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 ഡിവൈഡ് ബൈ 8 into 100 എന്ന് വരും. മുകളിലും താഴത്ത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8 24 3 പ്രാവശ്യം പോകും. ദാറ്റ് മീൻ 3 into 10 raised to -2 per degree Celsius എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 9th ക്വസ്റ്റ്യനും ആൻസർ ഓപ്ഷൻ 1ലേക്ക് നിങ്ങൾക്ക് എത്തും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾ നോക്കടാ, ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് ഓർമ്മ വരുന്നതല്ലേ, ഓർമ്മ കൊണ്ടുവരലല്ലേ നമുക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇവിടെ ഈ ഇക്വേഷൻ, ഇവിടെ കറണ്ട് ഡെൻസിറ്റി is equal to NVDA, റോ is equal to M by N E സ്ക്വയർ ടോ. ശരിക്കും ഓരോ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ചോദ്യങ്ങൾ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കണം. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ VA, A and B. എയും ബിയും തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ നമുക്കറിയാം. VA മൈനസ് VB, ഓപ്പൺ സർക്യൂട്ടിലെ കിർച്ചോഫ് ലോ. VA മൈനസ് VB എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പോകുന്ന അതേ വഴിക്കാണ് കറണ്ട് വരുന്നത്. അപ്പോൾ പ്രശ്നമില്ല. കറണ്ടും റെസിസ്റ്ററിലൂടെ പോകുമ്പോൾ 2 into 2 എന്ന് വരും. പിന്നെ നമ്മൾ പോകുമ്പോൾ കാണുന്ന സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ്. സോ സെല്ലിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ +3. കറണ്ടിലൂടെ പോകുന്ന വഴി സെയിം ആയതുകൊണ്ട് 2 into 1 വരും. സോ 2 into 2 4 plus 2 plus 3 that will give 9 volt. Option 4 is the right answer. 10th question answer is option 4. Then potential difference between A and B in the given circuit. സോ ഇതിലൂടെ പോകുന്ന കറണ്ട് നമുക്കറിയോ ഇല്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് 6 volt ആണ്, ഇത് 4 volt ആണ്. 6 എന്ന് വരുന്ന കറണ്ട് ഇങ്ങോട്ടേക്കാണെങ്കിൽ 4 volt എന്ന് വരുന്ന കറണ്ട് ഇങ്ങോട്ടേക്കാണ്. പക്ഷേ നെറ്റ് കറണ്ട് എന്തായിരിക്കും? ഏതാണോ വലുത് അതിലൂടെ അല്ലേ വരിക. സോ ഞാൻ പറയുകയാണ് ഇതിലൂടെ പോകുന്ന കറണ്ട് ഈ ഡയറക്ഷനാണ്, ഇങ്ങനെയാണ് കറണ്ട് പോകുന്നതെന്ന് വിചാരിക്കും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന VA മൈനസ് VB ആണ്. സോ VA മൈനസ് VB എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ് കറണ്ട് വരുന്നത്. സെല്ലിൻ്റെ ആദ്യത്തെ നെഗറ്റീവ് ടെർമിൽ കാണുന്നു -4 മൈനസ് നമ്മൾ പോകുന്ന വഴിക്ക് നേരെ ഓപ്പോസിറ്റാണ് എന്ത് വരുന്നത്? കറണ്ട് വരുന്നത്. സോ -I into R. R എത്രയാ? 8 വരും. പക്ഷേ കറണ്ട് നമുക്കറിയില്ല. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ക്രിച്ചോഫ് സാധാ ലോ അപ്ലൈ ചെയ്യും. ഒരു ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്കിൾ ഉണ്ടാകുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഞാൻ പറയുകയാണ് നമുക്ക് ബിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. ബിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ഞാൻ പറയുന്നു അതിലൂടെ പോകുന്ന കറണ്ട് I ആണെങ്കിൽ നമ്മൾ പോകുന്ന അതേ വഴിക്കാണ് കറണ്ട്. I into 8 plus 4 plus I into 2 minus 6 is equal to 0 വരും. അടുത്ത സ്റ്റെപ്പിൽ 8Iയും 2Iയും 10I വരും. 6 minus 4 minus 2 വരും. അതങ്ങോട്ട് പോകുമ്പോൾ +2 ആവും. I is equal to 2/10 0.2 ആംപിയർ വരും. സോ ഇവിടെ -4 minus 0.2 into 8 വരും. സോ -4 minus 1.6 വരും. ദാറ്റ് വിൽ ഗീവ് -5.6 വരും. -5.6.
സോ വി എ മൈനസ് വി ബി ചെയ്യുമ്പോൾ പൊട്ടൻഷ്യലി കൂടിയ ആളാണ് ബി ബി. അപ്പോൾ പൊട്ടൻഷ്യലി കുറഞ്ഞെന്ന് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, അത് നോക്കണ്ട. ആൻസർ ഈസ് ഓപ്ഷൻ 2 5.6 വോൾട്ട്. സോ ഇവിടെ നമ്മൾ ചെയ്താൽ എന്താ, ഓപ്പൺ സർക്യൂട്ടിൽ എങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുതണമെന്നും അതേപോലെ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ എങ്ങനെ ചെയ്യണമെന്നുള്ള ഐഡിയ ഉള്ളവർക്ക് മാത്രമാണ് ഈ ചോദ്യം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ 11th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 2. Then 12th question. An electron enters an electric field having intensity E is equal to 3I plus 6J plus 2K cap. Magnetic field B is equal to 2I plus 3J with a velocity. Electric field magnetic field velocity ഉണ്ട്. Magnet of force acting on the electron is. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്തേക്ക് ഒരു ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രിക് ഫോഴ്സും ഉണ്ടാവും മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാവും. സോ അതിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ചോദ്യം, ലോറൻസ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ രണ്ടും കണ്ടുപിടിച്ച് ചെയ്ത് വേണ്ടി വരിക, രണ്ടും കണ്ടുപിടിച്ച് വേണം ചെയ്യാൻ. നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു രണ്ടും ഉണ്ടെങ്കിൽ ഈ ക്യു ഇ പ്ലസ് നോർമൽ ഇക്വേഷൻ എന്താ, ക്യു ഇ പ്ലസ് ക്യു ഇൻറ്റു വി ക്രോസ് ബി, രണ്ട് ഫോഴ്സും ഉണ്ടാവും എന്നുള്ള മീനിങ് ആണ്. സോ ഇവിടെ നമുക്ക് വി ക്രോസ് ബി ആണ് എടുക്കണം അല്ലേ. ക്യൂ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ ഇ പ്ലസ് വി ക്രോസ് ബി വരും. സോ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വി ക്രോസ് ബി ചെയ്യണം, വെലോസിറ്റി ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യണം. സോ വി ക്രോസ് ബി ചെയ്ത് എന്താ കിട്ടുക, വി ക്രോസ് ബി ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം അല്ലേ. വി ക്രോസ് ബി വി 2I പ്ലസ് 3J ആണ്, ക്രോസ് 2I പ്ലസ് 3J ആണ്. ക്രോസ് ചെയ്യുമ്പോൾ 2ഉം 2ഉം ക്രോസ് ചെയ്താൽ 0, 3Jയും 3Jയും ചെയ്താൽ 0. 2I ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6I ക്രോസ് J വരും. അതേപോലെ 3Jയും 2ഉം ചെയ്യുന്ന സമയത്ത് പ്ലസ് 6 ഇൻറ്റു J ക്രോസ് I വരും. I ക്രോസ് J K അല്ലടാ, J ക്രോസ് I എന്താ, മൈനസ് കെ അല്ലേ. സോ മൈനസ് 6K ക്യാപ്പ് വരും. അപ്പോൾ വി ക്രോസ് ബി ചെയ്തപ്പോൾ എനിക്ക് 0 അല്ലേ കിട്ടിയിരിക്കുന്നത്, വി ക്രോസ് ബി ചെയ്തപ്പോൾ എനിക്ക് 0 കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് വി ക്രോസ് ബി ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് 0 എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ വി ക്രോസ് ബി 0 ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി അല്ലേ. സോ എനിക്ക് മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും. സോ അവിടെ ഇലക്ട്രിക് ഫോഴ്സ് മാത്രം ഉണ്ടെന്നുള്ള മീനിങ് അല്ലേ വരിക. ക്യൂ ഇ വരും, ക്യൂ ഇ എത്രയാ 1. ഇ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് 3I പ്ലസ് 6J പ്ലസ് 2K ക്യാപ്പ് വരും. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്ക്, ഇതിൻ്റെ വാല്യൂ 1.6 ഇൻറ്റു 10⁻⁻19 അല്ലേ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും, 3ൻ്റെ സ്ക്വയർ 9, 6ൻ്റെ സ്ക്വയർ 36, 2ൻ്റെ സ്ക്വയർ 4, 49 റൂട്ട് 7 അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 7 വരും. 7 ഇൻറ്റു 1.5 ആണെങ്കിൽ 7 ഇൻറ്റു 3/2 ആണെങ്കിൽ 21/2 വരും, 11 point something വരും. യെസ് ദർ ഇസ് എൻ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര കിട്ടുക, 1.1 ഇൻറ്റു 10⁻⁻18 എന്നുള്ള ആൻസറിലേക്ക് എത്തും. അടിപൊളി ചോദ്യം അല്ലേ മക്കളെ, ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. അതായത് ഇത് ശരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം വെലോസിറ്റി ഈസ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും ഒരേ വാല്യൂ തരിക എന്ന് പറയുമ്പോൾ രണ്ടാളും ഒരേ ഡയറക്ഷൻ എന്നുള്ള മീനിങ് ആണ്. വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആയാൽ അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല. എന്നാലും നമ്മൾ നോർമൽ മെത്തേഡ് വെച്ച് ചെയ്തു പോയതാണ്, ജസ്റ്റ് ഒന്ന് മെത്തേഡ്സ് കാണിച്ചതാണ്. അതായത് ഒരു ചാർജ് പാർട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കും, മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിന് വിളിക്കുന്നവരാണ് ലോറൻസ് ഫോഴ്സ്. അതിനെ ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ചെയ്യും. ഇവിടെ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആയതുകൊണ്ട് അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും, ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ക്യൂ ഇൻറ്റു ഇ ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെക്ടർ ഫോമിലായതുകൊണ്ട് അത് എടുക്കുക, അത് 7 വരും. 7 ഇൻറ്റു ക്യൂ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ 4. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ, ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ക്യാച്ച് ചെയ്തതിൽ കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ. കാരണം 7 ഇൻറ്റു 1.6 1.5 ആക്കി എടുക്കുകയാണെങ്കിൽ 3/2 കിട്ടും. അപ്പോൾ ഞാൻ പറയുകയാണ് 7 ഇൻറ്റു 3 21/2 എന്ന് പറഞ്ഞാൽ 10 point something, 10നേക്കാൾ കുറച്ച് കൂടുതൽ 11 എന്നുള്ള റേഞ്ചിലേക്ക് ആൻസർ വരും. അങ്ങനെയാണ് ഓപ്ഷൻ 4ലേക്ക് എത്തുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. അയണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ വിത്ത് സെയിം മൊമെൻറ്റം എൻഡേഴ്സ് പെർപെൻഡിക്കുലർ ടു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് പാർട്ടികൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ ചാർജ് പാർട്ടികൾ വിൽ ഫോളോ ഹെലിക്കൽ പാത്ത് അല്ല സർക്കുലർ പാത്ത്. തീറ്റ ആംഗിൾ എൻ്റർ ചെയ്താലാണ് ഹെലിക്കൽ പാത്ത്. റേഡിയസിൻ്റെ ഇക്വേഷൻ mv/qb. ക്വസ്റ്റിൽ പറയുന്നത് രണ്ടാൾക്കാരും എൻ്റർ ചെയ്യുന്നതും സെയിം മൊമെൻറ്റമാണ്. സെയിം മൊമെൻറ്റം ആകുമ്പോൾ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. സോ റേഡിയസ് ഡിപ്പെൻഡ് ചെയ്യുക അതിൻ്റെ ചാർജിനെ മാത്രമാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്. അയണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റവും ആൽഫ പാർട്ടിക്കിളും അല്ലേ.
So radius of hydrogen atom divided by alpha particle is equal to charge of alpha particle divided by charge of ionized hydrogen. Alpha ionized hydrogen charge 1 ആണെങ്കിൽ ആൽഫയുടേത് 2 ആയിരിക്കും, 2 times ആയിരിക്കും. അപ്പോൾ 2/1 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്തിക്കൂടെ? 2/1. ആൻസർ ഈസ് 2:1. ഓപ്ഷൻ 2 is the right answer. Yes. A charged particle of mass m and charge q moving perpendicular to uniform magnetic field of strength b has kinetic energy the radius of curvature of the path. എടാ നമുക്കറിയില്ലടാ, r is equal to root of 2mk divided by qb അല്ലേ? രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ r square is equal to 2mk divided by q square b square എന്ന് വരും. ചോദ്യം എന്താ? റേഡിയസ് അല്ലേ ചോദ്യം. സോ r is equal to root of 2mk divided by റേഡിയസിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? റൂട്ട് ഓഫ് 2mk ഡിവൈഡ് ബൈ QB, ഇതല്ലേ റേഡിയസിൻ്റെ ഇക്വേഷൻ. r is equal to mv/qb p/qb എന്നുള്ള റിലേഷൻ. സോ r is equal to റൂട്ടിൻ്റെ അകത്തേക്ക് ക്യൂബിയെ കൊണ്ടുപോയാൽ റൂട്ട് ഓഫ് 2mk, കേക്ക് ഈ കൊടുക്കാനല്ലേ പറഞ്ഞത്. സോ ഈ ഡിവൈഡ് ബൈ q സ്ക്വയർ b സ്ക്വയർ എന്ന് വരും. റൂട്ട് ഓഫ് 2me ഡിവൈഡ് ബൈ b സ്ക്വയർ q സ്ക്വയർ. 14th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 1. എടാ നോർമലി നമുക്കറിയാം r is equal to p/qb ആണ്. മൊമെൻ്റത്തെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2mk ഡിവൈഡ് ബൈ qb എന്ന് എഴുതി കൂടെ? ആ ക്യൂബിയെ റൂട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയാൽ ആൻസർ ആയില്ലേ? ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്, പക്ഷേ വെറുതെ ഒരു കൺഫ്യൂസിങ് ആക്കുന്ന പോലെ എഴുതി വെച്ചിരിക്കുന്നു അല്ലേ? If there is no torsion in the suspension of a thread, then the time period of magnet executing SHM is SHM execute ചെയ്യുന്ന മാഗ്നറ്റ് ടൈം പീരീഡ് ഇക്വേഷൻ T is equal to 2 √of I/mb അല്ലേ? മാഗ്നറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 √of I ഡിവൈഡ് ബൈ mb ആണെന്നുള്ള റിസൾട്ട് നമുക്കറിയാം. അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കിയോ? 2 √of I/mb. m is magnetic moment, b is magnetic field, I is moment of inertia. 2 √of I/mb. ഓപ്ഷൻ 1 is the right answer. 15th question. സോറി ഇവിടെ നോക്കണേ, ഇവിടെ 1/2π എന്നാണ് കൊടുത്തത്. ഞാൻ വെറും എന്ത് മാത്രമേ നോക്കിയിട്ടുള്ളൂ അറിയോ? I/mb, റൂട്ട് ഓഫ് I/mb എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരെ വിചാരിച്ചു 1/t ആയിരിക്കും എന്നുള്ളത്. പക്ഷെ നോക്കുക, ഇവിടെ 1/2π, ഇവിടെ 2π എന്നാ. ചെറിയ മിസ്റ്റേക്ക്, നമ്മുടെ ചെറിയ ശ്രദ്ധക്കുറവ് മതി ആൻസർ മാറി പോവാൻ എക്സാം മോഡിൽ. സോ ഇതൊക്കെ നിങ്ങൾ തെറ്റിച്ചിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ 4 is the right answer. Following figure shows arrangement of bar magnets in different configurations. Each magnet has magnetic dipole moment M. Which configuration has highest net magnetic dipole moment? രണ്ട് മാഗ്നറ്റിക് മൊമെന്റ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇത് ഈ ഡയറക്ഷനിലേക്ക്, ഇത് ഈ ഡയറക്ഷനിലേക്ക്. സോ റിസൾട്ടന്റ് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് √2m വരും. ഇത് സൗത്ത് നിന്ന് നോർത്ത് ഇങ്ങോട്ടേക്ക് ഇത് 0 വരും. ഇത് രണ്ടും ഉണ്ടാക്കുന്ന ആംഗിൾ 30 ആണെങ്കിൽ 60 ആണെങ്കിൽ √3m വരും. 90 ആണെങ്കിൽ √2 വരും. 30 ആവുമ്പോൾ m × ഹയസ്റ്റ് നെറ്റ് മാഗ്നറ്റ് ഡൈപോളും അല്ലേ ചോദ്യം. സോ മൂന്നാമത്തെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ഏതാ? m dash is equal to 2m cos θ/2. 2m × cos 15 വരും. √2m വാല്യൂ 1/s അല്ലെങ്കിൽ ആ കോസ് 15 വാല്യൂ നമുക്കറിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കമ്പാരിസൺ മതി പോരെ. ജസ്റ്റ് കമ്പാരിസൺ നമുക്കറിയാം. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ m1 അല്ലെങ്കിൽ m dash is equal to √of m² + m² + 2m × m² × cos 30 വരും. സോ ഇവിടെ നമുക്ക് ആൻസർ √2m² + 2m² × cos 30 √3/2. 2 ക്യാൻസൽ ചെയ്താൽ √of 2m² + √3m² വരും. m² കോമൺ ആക്കി പുറത്ത് കൊടുത്താൽ m × √3 + 2 വരും. ഇങ്ങനെ ആൻസർ വരും. √3ൻ്റെ വാല്യൂ 1.73 ആണ്. +2 ചെയ്യുമ്പോൾ 3.73 ആണ്. അതിൻ്റെ വാല്യൂ റൂട്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും >1 ആയിരിക്കും. >1 ആണെങ്കിൽ √3 + 2ൻ്റെ വാല്യൂ >1 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2 + 1.73 3.73. 3.73ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ
7-നേക്കാട്ടി വലുതായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഓപ്ഷനിലെ ആൻസറിലേക്ക് മൂവ് ചെയ്യാം. യെസ്, അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറിയോ, അതിൻ്റെ കാൽക്കുലേഷൻ എടുത്തിട്ട് വെറുതെ ഒന്ന് എന്ത് ചെയ്യുക, √3.73 ഒന്ന് ചെയ്ത് നോക്ക്. 1.9 1.8 ആ റേഞ്ചിലേക്ക് കിട്ടും നിങ്ങൾക്ക് ആൻസർ. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും ആൻസർ വരിക. സി ആണ് ഏറ്റവും എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് തരുന്ന ആൾ സി ആണെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇതൊക്കെ എക്സാം ഹോളൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിച്ച് അതിൻ്റെ ആൻസറിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. നെക്സ്റ്റ്, Chi1 and Chi2 are susceptibility of paramagnetic material to temperature T1 Kelvin and T2 Kelvin respectively. Then Curie's law നിങ്ങൾക്ക് അറിയാലോ. What is Curie's law? Chi is equal to C B0 divided by T വരും അല്ലേ. So Chi is inversely proportional to 1 by T ആണ്. So Chi1 T1 is equal to Chi2 T2 എന്നുള്ള റിലേഷനിലേക്ക് മൂവ് ചെയ്യാം. അതായത് Chi is inversely proportional 1 by T1 ആണെങ്കിൽ Chi1 T1 is equal to Chi2 T2. Chi1 T1 is equal to Chi2 T2 ആണെങ്കിൽ ആൻസർ ഏതാ വരിക, Chi1 T1 is equal to Chi2 T2 ആണെങ്കിൽ ആൻസർ ഈസ് ഓപ്ഷൻ 2. At Curie point a ferromagnetic material become paramagnetic. റിസൾട്ട് അറിയാലോ അല്ലേ, റിസൾട്ടുകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. A 800 ton coil of FFT area 0.05 meter square is kept perpendicular to magnetic field 5 × 10⁻⁵ Tesla. When the plane of the coil is rotated by 90 degrees around of its coplanar axis in 0.1 second, EMF induced in the coil will be. നമുക്കറിയാം ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന EMF എന്ന് പറഞ്ഞാൽ ∆φ / ∆t ആണ്. സോ ഇനീഷ്യൽ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് മാക്സിമം ആയിരിക്കും NBA ആയിരിക്കും. ഫൈനൽ ഫ്ലക്സ് 0 ആയിരിക്കും. കാരണം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പ്ലെയിൻ ഉണ്ടാക്കുന്ന ആംഗിൾ പെർപെൻഡിക്കുലർ ആയി നിൽക്കുമ്പോൾ θ0 ആയിരിക്കും. അതുകൊണ്ട് ഫ്ലക്സ് മാക്സിമം ആയിരിക്കും. θ90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 വരും, ഫ്ലക്സ് 0 ആയിരിക്കും. സോ ഇവിടെ ചോദ്യം ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്ന സമയത്ത് NBA ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ മതി. നമ്പർ ഓഫ് ടേൺസ് 800 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 5 × 10⁻⁵ ആണ്. ഏരിയ 5 × 10⁻² ആണ്. ടൈം എടുത്തിരിക്കുന്ന 0.1 ആണ്, അതിന് 10⁻⁻1 എഴുതാം. 8 5 40, 40 5 200. സോ 200 ഇൻറ്റു ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും ക്യാൻസൽ ചെയ്ത് പോയി. -1 മുകളിൽ പോയാൽ +1 ആവും. +1 × 10⁻⁴ വരും. സോ 2 × 10⁻² ഓർ 0.02 വോൾട്ട് എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സോ അതിൻ്റെ ലോജിക് ഈസ് വെരി ക്ലിയർ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ആദ്യം ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്ലെയിൻ നിൽക്കുന്നത്. ഇത് ഇവിടെ നിന്ന്, അപ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടർ ഈ ഡയറക്ഷനിലേക്കായിരിക്കും, അതേ ഡയറക്ഷനിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡും. ഏരിയ വെക്ടർ മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനിൽ ഫ്ലക്സ് മാക്സിമം. ഇവിടെ നിന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 90 ഡിഗ്രി തിരിക്കുമ്പോൾ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷൻ തന്നെയാണ്, പക്ഷേ ഏരിയ വെക്ടർ ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് നിൽക്കുക. സോ മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആകുമ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് സംഭവിച്ചു, അവിടെ EMF ഇൻഡ്യൂസ് ചെയ്തു. whenever there is a change in flux, an EMF is induced in the coil. Lenz's law is consequence of conservation of energy. 20th question answer is option 3. A normal magnetic flux passing through a coil changes with the time according to the equation phi is equal to 6t² - 5t + 1. What is the magnitude of induced current at t is equal to 0.253 second and resistance 10 ohm? So induced EMF is equal to -d∅ divided by dt. മാഗ്നിറ്റ്യൂഡ് മാത്രം ആയതുകൊണ്ട് പിന്നെ നെഗറ്റീവ് ഇടേണ്ട ആവശ്യമില്ല. ഡിഫറൻഷ്യൽ ചെയ്താൽ 12t - 5 വരും. ടിയുടെ വാല്യൂ <1 ആണല്ലേ. അപ്പോൾ 12 × 0.253 - 5 വരും. 12 × 0.25 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1/4 ആണ് അല്ലേ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 12 × 1/4 - 5 എന്ന് എഴുതുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 12 × 1/4 3 വരും. 3 - 5 2 വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് -2 ആണ്, മാഗ്നിറ്റ്യൂഡ് 2 വരും. സോ കറണ്ട് അല്ലേ ചോദ്യം. കറണ്ട് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. 2 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 10 ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ആൻസർ 0.2 ആംപിയർ. ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. The magnetic energy stored in an inductor of inductance 4 microhenry carrying a current of 2 ampere is. The magnetic energy stored in an inductor of inductance 4 microhenry carrying a current of 2 ampere എന്ന് പറയുമ്പോൾ U is equal to half Li² അല്ലേ. ഹാഫ് ഇൻറ്റു ഇൻഡക്റ്റൻസ് എത്രയാണ് 4 × 10⁻⁶. I 2 ആണ്. 2ൻ്റെ സ്ക്വയർ എടുത്താൽ 4 വരും. 16/2 8 മൈക്രോ ജൂൾ വരും.
Answer is option 2. 22 question answer is option 2. In which of the following devices eddy current effect is not used? Electric heater. ഹീറ്ററിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കോയിൽ ചൂടാക്കല്ലേ ചെയ്യുക. ഇലക്ട്രിക് ഹീറ്റർ ഈസ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ആ കോയിൽ ചൂടാക്കുമ്പോൾ ഹീറ്റ് വരുന്നു, അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ. പക്ഷേ ഇൻഡക്ഷൻ ഫർണസിലും മാഗ്നറ്റിക് ബ്രേക്കിംഗ് ട്രെയിൻ ഇലക്ട്രോ മാഗ്നറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എഡ്ഡി കറണ്ട് ആപ്ലിക്കേഷൻ. ദ ഇൻഡക്റ്റൻസ് L of a solenoid depends upon its radius r. ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? μ0 n² a/L. L is equal to μ0 n². ഏരിയ എന്ന് പറയുന്നത് എന്താ? പൈ r²/L വരും. സോ ഇൻഡക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസിൻ്റെ സ്ക്വയർ. സോ ഇൻഡക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r². ഒക്കെ ഇക്വേഷൻസ് അറിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇതാണ് റിയാലിറ്റി. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് ഓർത്ത് വെക്കണം, ഇക്വേഷൻസ് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എക്സാം ഹോളിൽ പ്രോബ്ലം പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് ഓർമ്മ വരണം, എന്നാലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ് പഠിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ എൻട്രൻസിൽ നമുക്ക് ഡെറിവേഷൻസിൻ്റെ ആവശ്യമില്ല, ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രം മതി. ദ RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ 50 Hz AC സർക്യൂട്ട് ഈസ് 6 ആംപിയർ. ദ ആവറേജ് വാല്യൂ ഓഫ് AC കറണ്ട് ഇൻ ഓവർ എൻ എ സൈക്കിൾ. RMS വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആവറേജ് വാല്യൂ എപ്പോഴും ഒരു 1 സൈക്കിൾ ഉണ്ടാവുന്ന AC കറണ്ടിൻ്റെയും AC വോൾട്ടേജിൻ്റെയും ആവറേജ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് 0 ആയതുകൊണ്ടാണല്ലോ നമ്മൾ എന്തിലേക്ക് വന്നിരിക്കുന്നത്. അത് 0 ആയതുകൊണ്ടാണ് നമ്മൾ RMS വാല്യൂ കണ്ടുപിടിക്കാൻ കാരണം. ദ റിയാക്ടൻസ് ഓഫ് എ കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റൻസ് ഈസ് XC. ഈ ബോത്ത് ഫ്രീക്വൻസി ആൻഡ് കപ്പാസിറ്റൻസ് ബിക്കംസ് ഡബിൾ. ദ ന്യൂ റിയാക്ടൻസ് ഈ XC എന്ന് പറഞ്ഞാൽ 1/C ഒമേഗയാണ് അല്ലേ? ഫ്രീക്വൻസിയും അതേപോലെ കപ്പാസിറ്റൻസും ഡബിൾ ചെയ്തു. നമുക്കറിയാം C ഒമേഗ എന്ന് പറഞ്ഞാൽ 1/C × 2πf. സോ C ഡബിൾ ചെയ്തു, അതേപോലെ ഫ്രീക്വൻസിയും ഡബിൾ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 1/4 × C × 2πf എന്ന് വരും. ഈ C/2πf എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ആളാണ്, അപ്പോൾ x/4 വരും. സോ x/4 ആൻസർ ഈസ് ഓപ്ഷൻ 4. 1/C ഒമേഗയിൽ C ഡബിളായി, ഒമേഗ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡബിളായി. അപ്പോൾ ന്യൂ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1/4 ആയിട്ടുണ്ടാവും. എ സ്മോൾ സിഗ്നൽ വോൾട്ടേജ് V of t ഈസ് ഈക്വൽ ടു V0 sin omega t ഈസ് അപ്ലൈഡ് അക്രോസ് ആൻ ഐഡിയൽ കപ്പാസിറ്റർ C. കറണ്ട് I of t ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് V of t. ഒരു കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിൽ C മീൻസ് കറണ്ടാണ് ലീഡ് ചെയ്യുക. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. Or a full cycle capacitor DC does not consume any energy from the voltage source. Current leads voltage by 180 തെറ്റാണ്. Current is in phase തെറ്റാണ്. Current lag തെറ്റാണ്. 3 കാരണം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും റൈറ്റ്. Over a full cycle of capacitor C does not consume any energy from the voltage source. അതായത് ആവറേജ് പവർ എന്താണ്? 0 ആണല്ലേ. ഫൈൻ്റെ വാല്യൂ 90 ആയതുകൊണ്ട് ആവറേജ് പവർ 0 ആയിരിക്കും. When an ideal capacitor is connected with an AC voltage source, current leads voltage by 90 degree. The energies on the capacitor during charging is spent maintaining the charge on the capacitor during discharging. Hence, over a full cycle, the capacitor does not consume any energy from the voltage source. An inductor of inductance L, capacitor of capacitance C, and resistor of resistance R are connected in series to an AC source. Potential difference V. Potential difference across L, C, R 40, 10, 40. The amplitude of current flowing through the LCR circuit is 10√2. And the impedance, what is that? Impedance is the root of R² plus XL minus XC or XC minus XL whole square അല്ലേ? പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് VL ഉം VC ഉം VR തന്നിരിക്കുന്നത്. സോ അപ്ലൈഡ് വോൾട്ടേജ് കിട്ടും. അപ്ലൈഡ് വോൾട്ടേജ് V is equal root of VR². VR റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉണ്ട് 40 ആണ്. 40 മൈനസ് 30 സ്ക്വയർ വരും. ദാറ്റ് വിൽ ഗീവ് 50 വോൾട്ട് എന്ന് കിട്ടും. സോ നമുക്കറിയാം Z is equal to VRMS divided by IRMS അല്ലേ? VRMS ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി 50 ആണെന്ന്. വാട്ട് ഈസ് IRMS വാല്യൂ? ആംപ്ലിറ്റ്യൂഡ് IRMS അല്ല, I0 10√2 ആണ്. സോ ഡിവൈഡ് ബൈ √2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? IRMS കിട്ടും. സോ IRMS 10 വരും. 50 ഡിവൈഡ് ബൈ നമ്മൾ 10 ചെയ്താൽ 50/10 ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും. സോ 5 ohm is the right answer. 28th question answer is option 1. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നു. ഇതാണ് AC സർക്യൂട്ട്. റെസിസ്റ്റൻസ് ഓഫ് R ohm ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആൻ ഇൻഡക്റ്റൻസ് L. റെസിസ്റ്റൻസ് LR സർക്യൂട്ടാണ്. ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് V 45. ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വിൽ ബി. നമുക്കറിയാം tan phi ഈസ് ഈക്വൽ ടു XL ഡിവൈഡ് ബൈ R ആണ്.
tan 45 അല്ലേ, tan 45 is equal to XL by R. So tan 45ൻ്റെ വാല്യൂ 1 അല്ലേ, സോ XL is equal to R വരും. ആൻസർ ഈസ് ഓപ്ഷൻ 3. A series LCR circuit containing 5 Henry inductor, 80 microfarad capacitor and 40 ohm resistor is connected to 230 volt variable frequency AC source. The angular frequencies of the source at which power transferred to the resonance circuit half the power at the resonance angular frequency. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹാഫ് ദ പവർ, അതായത് ω1 ഉം ω ഹാഫ് പവർ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന റെസൊണൻസ് കണ്ടീഷനിൽ ഹാഫ് പവർ ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസികൾ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ω0 പ്ലസ് ഡെൽറ്റ ഒമേഗയും, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ω0 മൈനസ് ഡെൽറ്റ ഒമേഗയുമാണ്. പവർ പകുതി ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന 2 ഫ്രീക്വൻസികളാണ് അപ്പർ കട്ട് ഫ്രീക്വൻസി, ലോവർ കട്ട് ഫ്രീക്വൻസി. അപ്പോൾ ω0 എന്ന് പറഞ്ഞാൽ 1/√LC ആണ്, ഡെൽറ്റ ഒമേഗ എന്ന് പറഞ്ഞാൽ R/2L ആണ്. ഈ ഇക്വേഷൻ പഠിച്ചേ പറ്റുള്ളൂ, എപ്പോഴും ചോദിക്കുന്നതാണ്. സോ റെസൊണൻസ് ഫ്രീക്വൻസി കിട്ടാൻ 1/√LC ആണ്. L എത്രയാ? 5 ആണ്. C എത്രയാ? 80 × 10⁻⁻6 ആണ്. സോ 400 × 10⁻⁶ വരും. അത് നമുക്ക് 1/√4 × 10⁻⁴ വരും. 1/√4 1/2 വരും. 10⁻⁴ 10⁻², 100 വരും. 100/2 50 വരും. ആറിൻ്റെ വാല്യൂ 40 ആണ്. /2 × L 5 ആണ്, 10 വരും. അപ്പോൾ ഡെൽറ്റ ഒമേഗ 4 വരും. 50 + 4 54ഉം 50 - 4 46ഉം. ഈ 2 ഫ്രീക്വൻസിയിലാണ് പവർ പകുതിയാവുന്ന 2 ഫ്രീക്വൻസീസ്. സോ പവർ പകുതിയാവുന്ന 2 ഫ്രീക്വൻസീസ് 46ഉം 54ഉം. ആൻസർ ഈസ് ഓപ്ഷൻ 4. സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. 31. ഇതൊക്കെ പഠിക്കേണ്ട റിസൾട്ടുകളാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. പവർ പകുതിയാവുന്ന റെസൊണൻസ് കണ്ടീഷനിൽ പവർ പകുതിയാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസികൾ എന്ന് പറഞ്ഞാൽ ω0 പ്ലസ് ഡെൽറ്റ ഒമേഗ, ω0 മൈനസ് ഡെൽറ്റ ഒമേഗ, ഡെൽറ്റ ഒമേഗ R/2L. ഓക്കെ. The resonance frequency of LCR circuit depends upon നമുക്കറിയാം റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/√LC അല്ലേ, XL is equal to XC ആവുന്ന സിറ്റുവേഷനിൽ. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ എല്ലും സിയും അല്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. 31th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 3. Then a 12 volt and 60 watt lamp is connected to the secondary of a step down transformer whose primary is connected to an AC mains of 220 volt. Assuming the transform to be ideal, what is the current in the primary windings? അല്ലേ, നമുക്കറിയുന്ന റിലേഷൻ ഉണ്ടല്ലേ, VP/IP can be equated to VS/IS. ഇത് ഐഡിയൽ ആണെന്ന് ക്വസ്റ്റിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടേംസ് നോക്ക്. 12 വോൾട്ട് ആണ് സെക്കൻഡിൽ വന്നിരിക്കുന്നത്. സോ സ്റ്റെപ്പ് ഡൗൺ ആണ്. സോ കറണ്ടിന് പ്രൈമറി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ പവർ വന്നിട്ടുണ്ട് 60 വാട്ട് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് വോൾട്ടേജിന് സെക്കൻഡറി അറിയാം, കറണ്ടിന് സെക്കൻഡറി അല്ലേ വേണ്ടത്, സോറി കറണ്ടിന് പ്രൈമറി ആണ് വേണ്ടത്. സോ ക്വസ്റ്റിൽ പറയുന്നുണ്ട് 220 ആണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഇൻറ്റു IP ഈസ് ഈക്വൽ ടു, ഐഡിയൽ ആയതുകൊണ്ട് അതിൻ്റെ പവർ സെയിം ആയിരിക്കും, 60 ആയിരിക്കും. പവർ ഇൻപുട്ടും പവർ ഐയും പവർ പ്രൈമറിയും പവർ സെക്കൻഡറിയും ഈക്വൽ അല്ലേ. കാരണം PI പവർ പ്രൈമറിയും പവർ സെക്കൻഡറിയും ഈക്വൽ ആണ്. കാരണം ബിക്കോസ് ഐഡിയൽ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഇൻപുട്ട് പവർ ഔട്ട്പുട്ട് പവർ 60 ആണെങ്കിൽ ഇൻപുട്ട് പവറും 60 ആയിരിക്കണം. സോ IP ക്യാൻ ബി റിട്ടൺ ആസ് 60/220 എന്ന് എഴുതാം. 0 ക്യാൻസൽ ചെയ്താൽ 6/22 എന്ന് വരും. അപ്പോൾ നമ്മൾ 60ൽ 22 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകുമ്പോൾ അത് 66 വരില്ലേ. അപ്പോൾ 0.2 വെച്ചല്ലേ വരിക. അപ്പോൾ 0.2 വരും. സോ ആൻസർ ഈസ് 0.27 ആംപിയർ. ആൻസർ ഈസ് ഓപ്ഷൻ 3 എന്നുള്ള ലോജിക്ക് വരും. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആണെന്നുള്ള ലോജിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ അതുകൊണ്ട് നമുക്ക് ആൻസർ ഡയറക്റ്റ്ലി എത്താൻ വേണ്ടി പറ്റും. ഇൻപുട്ട് പവർ ആൻഡ് ഔട്ട്പുട്ട് പവർ. ഇൻ എ ട്രാൻസ്ഫോമർ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി സർക്യൂട്ട് ഈസ് 500 ആൻഡ് സെക്കൻഡറി സർക്യൂട്ട് ഓഫ് നമ്പർ ഓഫ് ടേൺസ് 10 ആണ്. ലോഡ് റെസിസ്റ്റൻസ് ഈസ് 10 ohm ആൻഡ് വോൾട്ടേജ് ഓഫ് സെക്കൻഡറി കോയിൽ ഈസ് 50 volt. then find the current in the primary circuit. സോ ഇവിടെ നിന്ന് നമുക്കറിയാം ഈ റിലേഷനിലേക്ക് മൂവ് ചെയ്താൽ മതി. NS NP ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പെടാം? VS/VP എന്ന് പറഞ്ഞാൽ NS/NP ആണ്. ദാറ്റ് ക്യാൻ ബി ഈക്വേറ്റഡ് ടു IP/IS ആണ്. സോ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഈസ് ഗിവൺ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഇൻ പ്രൈമറി കിട്ടൂലേ അല്ലേ. സെക്കൻഡറിത്തെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ റെസിസ്റ്റൻസും തന്നാൽ
കറണ്ട് ഇൻ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 50/10 ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് ഇൻ സെക്കൻഡറി 5 ആംപിയർ എന്ന് വരും. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ പ്രൈമറി ഡിവൈഡ് ബൈ കറണ്ട് ഇൻ സെക്കൻഡറി വരും. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് പറയുന്നത് 10ഉം നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി 500ഉമാണ്. കറണ്ട് ഇൻ പ്രൈമറി ആണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് ഇൻ സെക്കൻഡറി 5 ആണ്. സോ കറണ്ട് ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു 10 × 5 ഡിവൈഡ് ബൈ 500 വരും. ഒരു പൂജ്യം ക്യാൻസൽ ചെയ്യാം. 550ൽ 1/10 വരും. 1/10 എന്ന് പറഞ്ഞാൽ 0.1 ആംപിയർ. ആൻസർ ഈസ് ഓപ്ഷൻ 4. 33rd question ആൻസർ ഈസ് ഓപ്ഷൻ 4. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ, എന്താണ് മക്കളെ സൂപ്പർ കണ്ടക്ടേഴ്സ്? Super conductors are most exotic diamagnetic material, ferromagnetic material with low resistivity, paramagnetic material high temperature, none of this. So, when this material cooled to very low temperature, they exhibit both perfect conductivity and perfect diamagnetism. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ മോസ്റ്റ് എക്സോട്ടിക് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് തന്നെയാണ്. കാരണം അതിൻ്റെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്, വെൻ ദീസ് മെറ്റീരിയൽസ് ആർ കൂൾ ടു വെരി ലോ ടെമ്പറേച്ചറിലേക്ക് അത് കൂൾ ചെയ്യുന്ന സമയത്ത് രണ്ട് സ്വഭാവം കാണിക്കുക, പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി ആൻഡ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം അത് കാണിക്കും. അതുകൊണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ മോസ്റ്റ് എക്സോട്ടിക് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ദ ഇൻഡക്റ്റൻസ് ഇൻ എ കോയിൽ പ്ലേസ് ദ സെയിം റോൾ ആസ് ഇനേർഷ്യ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇലക്ട്രിക്കൽ ഇനേർഷ്യ വിളിക്കുന്നവരാണ് ഇൻഡക്റ്റൻസ്. സോ ഇനേർഷ്യ ഇൻ മെക്കാനിക്സിലെ ഇനേർഷ്യ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് പറയാം, റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നുള്ള ലോജിക്കിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 36 നോക്ക്. 2 spheres carrying charges +6 microcoulomb and +9 microcoulomb separated by a distance d experiences a force of repulsion F when a charge of -3 microcoulomb is given to both the spheres and kept at the same distance as before. The new force of repulsion. ആദ്യമുള്ള രണ്ടിലും ഉണ്ടാകുന്ന ചാർജ് എത്രയാണ്? രണ്ടും നമ്മുടെ ഡിസ്റ്റൻസ് ഇത് തന്നെയാണെന്ന് വിചാരിക്കും. ആദ്യം രണ്ടിലും ഉണ്ടാകുന്ന ചാർജ് എത്രയാണ്? 6ഉം അതേപോലെ 9ഉമാണ്. രണ്ടിലേക്കും നമ്മൾ -3 ആഡ് ചെയ്താൽ ഇത് 3 ആവും, ഇത് 6 ആവും. ന്യൂ ഫോഴ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഉണ്ടാകുന്ന ഫോഴ്സ് Q1 Q2 ആണ്. ന്യൂ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q1 Q2 ആണ്. സോ ന്യൂ ഫോഴ്സ് ഡിവൈഡ് ബൈ ആദ്യം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 6 × 3 ഡിവൈഡ് ബൈ 6 × 9 എന്ന് വരും. 6 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 വരും. So F dash is equal to F by 3. Answer is option 4. 36th question. Answer is option 4. Then a conducting wire carrying a current arranged as shown. The magnetic field at O എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു വയറും അതേപോലെ ഈ ഒരു ലൈനും മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാക്കുന്നില്ല. വൈ ബിക്കോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആ ലൈനിൽ അതേ ലൈനിൽ ഉണ്ടാകുന്ന ഫീൽഡ് 0 ആയിരിക്കും. ഒരു കറണ്ട് ക്യാരിങ് വയറിൻ്റെ അതേ ആക്സിൽ ഉണ്ടാകുന്ന ഫീൽഡ് 0 എന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ രണ്ടാളുകൾ മാത്രമേ ഇവിടെ ഫീൽഡ് ഉണ്ടാക്കുന്നുള്ളൂ. രണ്ടാളുകളും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആണ്, പക്ഷേ റേഡിയസ് ഡിഫറൻ്റ് ആണ്. സോ ഇവിടെ നോക്കുക, ഇവിടെ കറണ്ട് പോകുന്നത് ഒന്നിൽ ക്ലോക്ക് വൈസും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസുമാണ്. ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനും ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിനുമാണ്. സോ ഇവൻ ഉണ്ടാക്കുന്ന ഇതിനെ AB എന്ന് വിളിക്കുകയാണെങ്കിൽ AB ഉണ്ടാക്കുന്ന ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ CD ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് O എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് AB മൈനസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് CD ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സെമി സർക്കിൾ ആർക്കിൻ്റെ ഇക്വേഷൻ μ0I ഡിവൈഡ് ബൈ 4πr ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് π/60 ആണ്. π/60 ആയതുകൊണ്ട് π/3 ആണ്. സോ നമുക്കിവിടെ μ0I ഡിവൈഡ് ബൈ π ക്യാൻസൽ ചെയ്താൽ 12r എന്ന് വരും. ഇതാണ് ഈ 60 ഡിഗ്രി ഉണ്ടാക്കുന്ന ആർക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് റേഡിയസ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് O എന്ന് പറയുമ്പോൾ μ0I ഡിവൈഡ് ബൈ 12r1 മൈനസ് μ0I ഡിവൈഡ് ബൈ 12r2. μ0I ഡിവൈഡ് ബൈ 12 ഞാൻ കോമൺ ആക്കി എടുത്താൽ 1/r1 മൈനസ് 1/r2 എന്ന് വരും. μ0I ബൈ 12 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ആൻസർ ഈസ് ഓപ്ഷൻ 1. 37th question. ആൻസർ ഈസ് ഓപ്ഷൻ 1 എന്ന് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, 2 parallel infinite line charges with linear charge density plus lambda and minus lambda are placed at a distance of 2r in free space. So this is plus lambda and this is minus lambda. രണ്ടും തമ്മിലുണ്ടാവുന്ന ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് 2r ആണ്. സോ അതിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രം ഹിയർ r ആണ്, ഫ്രം ഹിയർ r ആണ്. വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് മിഡ് വേ ബിറ്റ്വീൻ ദ 2 ലൈൻ ചാർജസ്? പ്ലസ് ലാംഡ ആകുമ്പോൾ ഉണ്ടാകുന്ന ഫീൽഡ് ഇങ്ങോട്ടേക്കാണെങ്കിൽ മൈനസ് ലാംഡ ഉണ്ടാകുന്ന ഫീൽഡും സെയിം ഡയറക്ഷൻ ആയിരിക്കും. സോ രണ്ടാളുകളും ഉണ്ടാക്കുന്ന ഫീൽഡ് ലാംഡ ഡിവൈഡ് ബൈ 2πε0r ആണ്.
ഇൻറ്റു 2 ചെയ്യണം. രണ്ടാളുകളുടെയും ഫീൽഡ് സെയിം ഡയറക്ഷനാണ്. ഒരാളുണ്ടാക്കുന്ന ഫീൽഡ് λ/2πε0 ആണ്. നമ്മൾ പഠിക്കുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഒരു ലൈൻ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ λ/2πε0 ആണ്. ഇൻറ്റു 2 ചെയ്യുക. ഇൻറ്റു 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു λ/πε0r എന്ന് കിട്ടും. λ/πε0r ആൻസർ വിൽ ബി ഓപ്ഷൻ 4 വരും. λ/πε0r ന്യൂട്ടൺ പെർ കൂളോം. 39. 3 point charges 3 nanocoulomb, 6 nanocoulomb, 9 nanocoulomb are placed at the corners of an equilateral triangle of side 0.1 meter. The potential energy of the system is. സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ഇവിടെ നോക്കുക, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. എല്ലാത്തിൻ്റെയും സൈഡ് ലെങ്ത് 0.1 ആണ്. ഇത് എല്ലാം ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. സോ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ K ഇൻറ്റു 9 ഇൻറ്റു 10⁹ കോമൺ ആക്കി എടുക്കാം. 0.1 കോമൺ ആക്കി എടുക്കാം. കാരണം നിങ്ങൾക്കറിയാം ഇക്വേഷൻ എന്താ, K ഇൻറ്റു Q1 Q2 /R അല്ലേ. എല്ലാത്തിലും R സെയിം ആണ്, K സെയിം ആണ്. അത് ഞാൻ കോമൺ ആക്കി എടുത്തു. പിന്നെ Q1 Q2 അല്ലേ. Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് 3 നാനോ ആണ്. 3 ഇൻറ്റു 9, അപ്പോൾ നാനോ 10⁻⁹ -8 വരും അല്ലേ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറ്, ഒരു ഇക്വേഷൻ ഒരു പ്രാവശ്യം എല്ലാം ഒരുമിച്ച് എഴുതാം. നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഒരു പ്രാവശ്യം എല്ലാം എഴുതി നോക്കാം. നോക്കുക, K ഇൻറ്റു 3 നാനോ 3 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 9 ഇൻറ്റു 10⁻⁹ ഡിവൈഡ് ബൈ 0.1 പ്ലസ് K ഇൻറ്റു 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 6 ഇൻറ്റു 10⁻⁹ ഡിവൈഡ് ബൈ 0.1 പ്ലസ് K ഇൻറ്റു 6 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 3 ഇൻറ്റു 10⁻⁹ ഡിവൈഡ് ബൈ 0.1. ഇനി കോമൺ K പുറത്തെടുക്കുക. K എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 10⁻⁹. 10⁻⁹ 10⁻⁹ വരും. താഴത്ത് 0.1 വരും. ഇവിടെ 3 ഇൻറ്റു 9 27 വരും. ഇവിടെ 9 ഇൻറ്റു 6 54 വരും. 6 ഇൻറ്റു 3 18 എന്ന് വരും. സോ കാൽക്കുലേഷൻ ആണ്, പക്ക കാൽക്കുലേഷൻ. സോ ഇവിടെ നമുക്ക് 9 ഇൻറ്റു 10⁻⁻18 10⁻⁻9 വരും. ഈ 10⁻⁻1 മുകളിലേക്ക് പോകുമ്പോൾ +1 വരും. 27 54 18 ആണല്ലേ. 50 10 60 ആണ്. 8 4 12 അപ്പോൾ 72. 72 27 ചെയ്യുന്ന സമയത്ത് 9 99 വരും. 99 ഇൻറ്റു 9 ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 0 ഉണ്ടാവും. അപ്പോൾ 10⁻⁻8 കിടക്കട്ടെ. 9ഉം 9ഉം ചെയ്യുമ്പോൾ ഒരു 1 ഉണ്ടാവും, 8 ഉണ്ടാവും. അപ്പോൾ 81 പ്ലസ് 9 ദാറ്റ് വിൽ ഗിവ് 81 പ്ലസ് 9. നമുക്ക് വെറുതെ കാൽക്കുലേഷൻ 99 ഇൻറ്റു 9 ചെയ്ത് നോക്കൂ. 89 അല്ലേ. 891 കറക്റ്റ് ആണല്ലോ. 891 ഇൻറ്റു 10⁻⁻8 ഓർ നമുക്കിതിന് എന്ത് ചെയ്താൽ 8910 ഇൻറ്റു 10⁻⁻9 എഴുതി കൂടെ. ആൻസർ വിൽ ബി ഓപ്ഷൻ 3. കാൽക്കുലേഷൻ ആണല്ലേ, ചെറിയൊരു കാൽക്കുലേഷൻ ഞാൻ അവിടെ നിന്ന് സ്ലോ ആയിപ്പോയി. സോ 8910 ഇൻറ്റു 10⁻�9 ജൂൾ ഈസ് ദ റൈറ്റ് ആൻസർ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് എ ഡയലക്ട്രിക് ഹാസ് കപ്പാസിറ്റൻസ് C. A slab of dielectric constant K having the same thickness as the separation between the plate is introduced so as to fill 1/4 of the capacitor as shown in the figure. The new capacitance will be. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് ഡയലക്ട്രിക് ഹാസ് കപ്പാസിറ്റൻസ് C. A slab of dielectric constant K having same thickness as the separation between the plate is introduced so as to fill 1/4 of the capacitor. ടോട്ടൽ ലെങ്ത്തിൻ്റെ T എന്ന് പറയുന്നത് 1/4 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫില്ല് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ദ ന്യൂ കപ്പാസിറ്റൻസ് ആണ് ചോദ്യം. സോ ഇവിടെ ഏരിയയുടെ A/4 കപ്പാസിറ്റി K ഡയലക്ട്രിക്കുള്ള മീഡിയം ഫില്ല് ചെയ്യുമ്പോൾ ബാക്കി എയർ നിൽക്കുന്നത് 3A/4 ആണ്. സോ എയർ നിൽക്കുന്ന ആളുടെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ε0 A/Dയിൽ Aക്ക് 3A/4 കൊടുക്കാം. മറ്റേ ആളുടെ കപ്പാസിറ്റൻസ് ഒരു ഡയലക്ട്രിക് മീഡിയം നിൽക്കുന്ന സമയത്ത് ഡയലക്ട്രിക് മീഡിയം ഉണ്ടാകുമ്പോൾ K ടൈംസ് കപ്പാസിറ്റൻസ് ഇൻക്രീസസ്. K ഇൻറ്റു ε0 A/4 ഇൻറ്റു D വരും അല്ലേ. K ഇൻറ്റു ε0 A ഡിവൈഡ് ബൈ 4D എന്ന് വരും. സോ പാരലലി കണക്ഷൻ അല്ലേ വരിക. സോ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈക്വൽ ടു C1 പ്ലസ് C2. നിങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു കപ്പാസിറ്ററിനെ
ഇങ്ങനെയുള്ള കപ്പാസിറ്ററിനെ നമ്മൾ ലെങ്ത് വൈസ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് സീരീസ് കണക്ഷനും, അതിന് പകരം അതിനെ കട്ട് ചെയ്യുന്നത് ഏരിയ വൈസ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പാരലൽ കണക്ഷൻ എന്ന് പഠിക്കുന്നുണ്ട്. സോ ഇത് ഏരിയ വൈസ് ആയിട്ട് കട്ട് ചെയ്തത് കൊണ്ട് C' is equal to C1 plus C2 വരും. സോ C1 എന്ന് പറഞ്ഞിരിക്കുന്നത് 3/4 into ε0 A/d പ്ലസ് ഇവിടെ K/4 into ε0 A/d എന്ന് വരും. ഇവിടെ നമുക്ക് ε0 A/d എന്ന് 4 കോമൺ ആക്കി എടുത്താൽ നമുക്ക് 3 plus K എന്ന് വരും അല്ലേ. ε0 A/d C അല്ലേ, അപ്പോൾ C/4 into 3 plus K എന്ന് വരും. ആദ്യം ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് ε0 A/d ആണ്, അതിലേക്ക് നമ്മൾ എയറും അതേപോലെ ഡയലക്ട്രിക് മീഡിയം വെച്ച് ഫില്ല് ചെയ്യുകയാണ്. സോ C/4 into K+3 ആൻസർ ഈസ് ഓപ്ഷൻ 1 എന്ന് വരും. അപ്പോൾ ഇത് ആലോചിക്കണം, മീഡിയം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കപ്പാസിറ്ററിന് ഇങ്ങനെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെപ്പറേഷനിൽ ഇങ്ങനെയാണ് എയർ ഫില്ല് അല്ലെങ്കിൽ മീഡിയം ഫില്ല് ചെയ്യുന്നതെങ്കിൽ അത് സീരീസ് കണക്ഷനും, ഏരിയ വൈസ് ആണ് കട്ടിങ് അല്ലെങ്കിൽ ഏരിയ വൈസ് ആണ് നമ്മൾ മീഡിയം ഫില്ല് ചെയ്യുന്നതെങ്കിൽ അത് പാരലൽ കണക്ഷനാണ് പഠിക്കുന്നുണ്ട്. ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ഈസ്, ഇത് 10 വോൾട്ട് ആണ്, ഇത് 5 വോൾട്ട് ആണ്. ആരാ വലുത്? 10 ആണ്. അപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനിലേ മൂവ് ചെയ്യുക. ഓഫ് കോഴ്സ് കറണ്ട് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക, ബിക്കോസ് വലിയ സെല്ല് 10 വോൾട്ട് ആണ്. കറണ്ട് എവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യും? A to B through E അല്ലേ, A to B through E, A to B through E, A to B through E എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് വരിക എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സാധാ ക്രിച്ച്ഓഫിലെ യൂസ് ചെയ്യാം. ഫ്രം A എന്ന് സ്റ്റാർട്ട് ചെയ്തു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനാണ് കറണ്ട് പോകുന്നതെങ്കിൽ 2I - 10 + 5 + I + 7I is equal to 0 എന്ന് വരും. 7Iയും 8I, 8Iയും 2Iയും 10I വരും. 10I - 5 is equal to 0 വരും. 10I is equal to 5 വരും. I is equal to 5/10, that will give 0.5 ampere. 0.5 ampere A to B through E എന്നുള്ള ആൻസറിലേക്ക് എത്തും. വളരെ സിമ്പിൾ. ഈ ഡയറക്റ്റ് ടൈപ്പ് ചോദ്യം തന്നെ എക്സ്പെക്ട് ചെയ്തോളൂ. ഈ ടൈപ്പ് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. The maximum power transferred by an EMF to the coil when internal resistance and external resistance are, internal റെസിസ്റ്റൻസും എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഈക്വൽ ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം പവർ ഉണ്ടാവുക എന്നുള്ള റിസൾട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ആൻസർ ഈസ് ഓപ്ഷൻ 1. വെരി കെയർഫുൾ, നിർബന്ധമായിട്ടും പഠിക്കണം. മാക്സിമം പവർ കിട്ടണമെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസും എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. ഇൻ ദ ഫോളോയിങ് നെറ്റ്വർക്ക് പൊട്ടൻഷ്യൽ അറ്റ് ഓയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താ മക്കളെ വരിക? പൊട്ടൻഷ്യൽ അറ്റ് O എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് σV/R / σ1/R എന്നുള്ള ഒരു റിസൾട്ട്. സോ പൊട്ടൻഷ്യൽ അറ്റ് O എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8/2 പ്ലസ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ്, ഈ എൻഡിലെ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ 1/2 പ്ലസ് 1/4 പ്ലസ് 1/2. എക്സാമുകളിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് ഓർമ്മ വന്ന് ചെയ്യുന്നതിലാണ് മിടുക്ക്. 8/2 എന്ന് പറയുമ്പോൾ 4 വരും. 4 + 1 + 1 ഡിവൈഡ് ബൈ 1/2 + 1/2 1 വരും. 1 + 1/4 ദാറ്റ് വിൽ ഗിവ് 5/4. ഇപ്പോൾ 6 ഡിവൈഡ് ബൈ 5/4, 4 കറങ്ങി മുകളിലേക്ക് വരും. 6 4 24, 24 ഡിവൈഡ് ബൈ 5 വരും. 24 5 4.8 വരും. 4.8 വോൾട്ട്. ആൻസർ ഈസ് ഓപ്ഷൻ 4. 43rd ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 4. അല്ലെങ്കിൽ സാധാ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട് I എന്തായിട്ട് വരുന്നുണ്ട്? ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട്. I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ I is equal to I1 plus I2 എന്നുള്ള ഐഡിയ. I എന്ന് പറഞ്ഞാൽ 8 - പൊട്ടൻഷ്യൽ ടു O ഡിവൈഡ് ബൈ 2 പ്ലസ് VO - 4 ഡിവൈഡ് ബൈ 4 പ്ലസ് VO - 2 ഡിവൈഡ് ബൈ 2. ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ജംഗ്ഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ V0 ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത ആൻസറിലേക്ക് എത്തും. അല്ലെങ്കിൽ ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കും. A proton of mass m and charge q is moving in a plane with kinetic energy E. If there is a uniform magnetic field perpendicular to the plane of the motion, the proton will move a circular path with radius. Circular path with radius എന്ന് പറഞ്ഞാൽ mv ഡിവൈഡ് ബൈ qb ആണ്, അല്ലെങ്കിൽ p ഡിവൈഡ് ബൈ qb ആണ്. കൈനറ്റിക് എനർജിയുടെ ഫോമിൽ ആണെങ്കിൽ മൊമെൻ്റത്തെ കൈനറ്റിക് എനർജിയുടെ ഫോമിലേക്ക് മാറ്റി √2mk ഡിവൈഡ് ബൈ qb. √2mk, kക്ക് ഈ കൊടുത്താൽ √2em ഡിവൈഡ് ബൈ qb. ആൻസർ ഈസ് ഓപ്ഷൻ 2. A very long conducting wire is bent into a semicircular shape from A to B as shown in the figure. The magnetic field at point P for steady current configuration is given by. So ഈ ഒരു P എന്നുള്ള പോയിന്റ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദ്യം. നിങ്ങൾ നോക്കുക, ഈ ഒരു P എന്നുള്ള പോയിന്റ് നോക്കുമ്പോൾ ഇവിടെ നിന്ന് R ഡിസ്റ്റൻസ് അകലെ, ഇവിടെ നിന്നും R ഡിസ്റ്റൻസ് അകലെയാണ്. സോ കറണ്ട് ഈ ഡയറക്ഷനിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും.
അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഫീൽഡ് ഉണ്ടാക്കുന്നതും ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും അല്ലേ. അതുമാത്രമല്ല ഈ ആർക്കിൽ ഉണ്ടാകുന്ന ഫീൽഡ് ഇതെങ്ങനെയാണ് കറണ്ട് പോകുന്നത്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ ഈ ആർക്ക് ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിനും ഈ രണ്ട് കണ്ടക്ടിങ് വയർ സെമി ഇൻഫൈനൈറ്റ് വയേഴ്സ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനുമാണ്. ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന വയറിൻ്റെ എൻഡിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് പോയിന്റ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് B is equal to μ0I/4πr. ഇതിനെയാണ് നമ്മൾ സെമി ഇൻഫൈനൈറ്റ് എന്ന് വിളിക്കുക. സോ ഈ രണ്ട് വയേഴ്സും ഈ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ആർക്കാണ് എന്ത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, അത് സെമി സർക്കിൾ അല്ലേ. സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ 2 μ0I/4πr പ്ലസ് മറ്റേ ആളും μ0I/4πr. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, സെമി ഇൻഫൈനൈറ്റ് കുറയ്ക്കണം. അതിൽ നിന്ന് സെമി സർക്കിൾ കുറയ്ക്കണം. സെമി സർക്കിൾ ഇക്വേഷൻ എന്താ, μ0I/4πr ഇൻറ്റു അതിൻ്റെ ആംഗിൾ എത്രയാണ്, സെമി സർക്കിൾ ആകുമ്പോൾ പൈ വരും. സോ ഇവിടെ നിന്ന് നമ്മൾ μ0I/4πr മാത്രം കോമൺ ആക്കി എടുത്താൽ ഇവിടെ μ0I/4r കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നത് അല്ലേ, μ0I/4r. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 μ0I/4πr മൈനസ് μ0I/4πr ഇൻറ്റു പൈയിൽ ഈ പൈയും ക്യാൻസൽ ചെയ്താൽ μ0I/4r വരും. സോ ഇവിടെ നമ്മൾ μ0I/4r കോമൺ ആക്കി എടുത്താൽ നമുക്ക് എന്താ ഉണ്ടാവുക, 2/π മൈനസ് 1 വരും. ഓ ഗൈസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ നോക്കുക, ഇവിടെ μ0I/4πr ഇൻറ്റു 2ഉം ഇവിടെ μ0I/4πr ഇൻറ്റു പൈയുമാണ്. ആരാ വലുത്? ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ആരാ വലുത്. ഞാൻ സെയിം ഡയറക്ഷനിൽ രണ്ടാളുകൾക്ക് പോസിറ്റീവ് എടുത്താൽ ചെയ്തത്, പക്ഷേ ഫൈനൽ ആൻസർ നോക്കുമ്പോൾ ആരാ വലുത് നോക്കുക. ഇവർ രണ്ടാളുകളും μ0I/4πr ഇൻറ്റു 2 ആണോ μ0I/4πr ഇൻറ്റു പൈ, പൈൻ്റെ വാല്യൂ 3 പോയിൻ്റ് അല്ലേ, അപ്പോൾ ഇവനല്ലേ വലുത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവൻ്റെ ഡയറക്ഷനിലേക്കാണ് നെറ്റ് ഫീൽഡ് വരിക, ഇവൻ്റെ ഡയറക്ഷനിലേക്കാണ് നെറ്റ് ഫീൽഡ് വരിക. സോ ഇങ്ങനെയായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഫസ്റ്റത്തെ റിസൾട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ചേഞ്ച് നിങ്ങൾ കൊടുക്കണം. കാരണം μ0I/4πr ഇൻറ്റു പൈയിൽ നിന്നാണ് നമ്മൾ 2 μ0I/4πr കുറയ്ക്കുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. സോ ഇവിടെ നമ്മൾ μ0I/4r കോമൺ ആക്കി എടുത്താൽ 1 - 2/π വരും. ഇവിടെ ഈ സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. സോ μ0I/4r ഇൻറ്റു 1 - 2/π പോയിൻറ്റഡ് എവേ ഫ്രം ദ പേജ് എന്നുള്ള ആൻസർ ആയിരിക്കും വരിക. ആൻസർ വിൽ ബി ഓപ്ഷൻ 1 വരും. 45th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളൊരു അത് ആൻസറിലേക്ക് എത്തിക്കുക ചെയ്തിരിക്കുന്നത്, മനസ്സിലാക്കുക കേട്ടോ. ദെൻ an arrangement of 3 parallel straight wires placed perpendicular to plane of paper carrying current same current I and are along the same current I ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, along the same direction as shown in the figure. Magnitude of force per unit length on the middle wire B is given by magnitude of force per unit length of the middle wire, magnitude of force per unit length. സോ ഇവിടെ വെച്ചിരിക്കുന്ന കറണ്ട് ക്യാരിങ് വയറിൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ, അവിടെ ഈ രണ്ടാളുകളും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു എന്നുള്ള മീനിങ് അല്ലേ വരിക. ഇവൻ അവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് എ എന്നുള്ള ആൾ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇതിനെ നമുക്ക് B1 എന്ന് വിളിക്കാം. ഇനി സി ഉണ്ടാക്കുന്ന ഫീൽഡ് അവിടെ നിന്ന് താഴത്തേക്കായിരിക്കും ഉണ്ടാവുക. സി ഉണ്ടാക്കുന്ന ഫീൽഡിനെ നമുക്ക് B2 എന്ന് വിളിക്കാം. സോ ഈ രണ്ട് വയേഴ്സ് ഉണ്ടാക്കുന്ന റിസൾട്ടൻറ്റ് ഫീൽഡ് ആദ്യം പറയണം. സോ B' is equal to √B1² + B2² ആണ്. പക്ഷേ ഈ രണ്ട് വയേഴ്സിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ദൂരം സെയിം ആയതുകൊണ്ട് μ0I/2πd, അതേപോലെ B2 is equal to μ0I/2πd ആയതുകൊണ്ട് റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് is equal to √2B ആയിരിക്കും. റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് √2B ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് √2 × μ0I/2πd, അതായത് ഈ രണ്ട് കറണ്ട് ക്യാരിങ് വയേഴ്സ് ഈ പോയിന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് √2 μ0I/2πd ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് നമ്മളൊരു കറണ്ട് ക്യാരിങ് വയർ ബീനെ കൊണ്ടുവെക്കുമ്പോൾ ബീൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to ILB അല്ലേ. സോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ ചോദ്യം. സോ I × B അല്ലേ വരിക. ഞാൻ ചില സമയത്ത് I എഴുതുന്ന സമയത്ത് ക്യാപിറ്റലും സ്മോളും മാറി എഴുതാറുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട കേട്ടോ. സോ I × B എത്രയാണ്, √2 × μ0I/2πd. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്താൽ μ0I/I I². ഇവിടെ √2 ഉണ്ട്, 2നെ നമുക്ക് √2 × √2 എന്ന് πd എന്ന് എഴുതാം. √2 ക്യാൻസൽ ചെയ്താൽ
μ0 I square divided by root 2 pi d എന്ന് വരും. μ0 I square divided by root 2 pi d, ആൻസർ ഈസ് ഓപ്ഷൻ 3. μ0 I square divided by root 2 pi d, ആൻസർ ഈസ് ഓപ്ഷൻ 3 എന്നുള്ള ആൻസറിലേക്ക് എത്തും. നല്ല ചോദ്യം അല്ലേ? രണ്ട് കറണ്ട് ക്യാരിങ് വയേഴ്സ് ഒരു പോയിന്റിൽ ഒരു ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഫീൽഡ് കണ്ടുപിടിച്ച് അവിടെ ഒരു കറണ്ട് ക്യാരിങ് വയർ കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു ILB. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്, അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് root 2b വരും. ദെൻ a uniform magnetic field is restricted within a region of uniform radius r. The magnetic field changes with the time at a rate dB by dt. Loop 1 of radius r capital R encloses the region r, and loop 2 of radius r is outside the region of magnetic field as shown in the figure. Then the EMF generated. എടാ ഈ ഒരു റീജിയനിൽ മാത്രമേ എന്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ്സ് ഉള്ളൂ. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും എന്ത് ചെയ്യുന്നില്ല? ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഫീൽഡിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അകത്തേക്ക് ഫീൽഡ് പോവുകയാണ്. അകത്തേക്ക് ഫീൽഡ് കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും അതിന് തൊട്ടപ്പുറത്ത് ഒരു ഫ്ലക്സ്, ഒരു ലൂപ്പ് ഉണ്ട്. അവിടെ ഫീൽഡിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് 0 ആണ്. ഇപ്പോൾ രണ്ടാമതല്ല, 0 in loop 2, 0 in loop 2, 0 in loop 2. 3 ഓപ്ഷൻസ് ആർ ദർ. ദെൻ ഇനി ഇവിടെ രണ്ടാമത്തെ കേസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്താ? ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞാൽ A × dB by dt അല്ലേ? കാരണം ഇൻഡ്യൂസ്ഡ് EMF is equal to -d∅/dt. സോ ഇവിടെ ഫൈക്ക് നമ്മൾ BA കൊടുത്താൽ -d/dt ഓഫ് BA കൊടുത്താൽ, പിന്നെ ഏരിയ എടുക്കുന്ന സമയത്ത് ഏത് ഏരിയയിൽ മാത്രമാണോ ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് ആ ഏരിയ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ ഇവിടെ ഏത് ഏരിയ എടുക്കേണ്ടത്? -π × r² × dB/dt എടുക്കണം. കാരണം സ്മോൾ r റേഡിയസ് ഉള്ള ആ ഒരു ഭാഗത്ത് മാത്രം മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുള്ളൂ. സോ ഏരിയ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് ആ ഏരിയ എടുക്കണം. സോ ടോട്ടൽ ഏരിയ അല്ല എടുക്കേണ്ടത്. സോ ഇവിടെ രണ്ടാമത്തെ കേസിൽ -dB/dt πr² in loop 1 and 0 in loop 2. Answer is option 4. A capacitor of capacitance 10 microfarad is connected to an AC source and an AC ammeter. If the source voltage varies with V is equal to 50 root 2 sin 100t, the reading of the ammeter. So V is equal to V0 sin omega t അല്ലേ? V0യുടെ വാല്യൂ 50 root 2 ആണ്. IRMS ആണ് വേണ്ടത്. അപ്പോൾ I0 കിട്ടും. യെസ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ്, കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് XC എന്ന് പറഞ്ഞാൽ നമുക്ക് V0/I0 കിട്ടും. സോ വാട്ട് ഈസ് XC? XC is equal to 1/C omega. സിയുടെ വാല്യൂ 10 × 10⁻⁻6, ഒമേഗ 100 വരും. അപ്പോൾ 10⁻⁻3 ദാറ്റ് വിൽ ഗീവ് 1000 വരും. XCയുടെ വാല്യൂ 1000 വരും. 100 × 10⁻�6 10⁻3, അത് മുകളിലേക്ക് കയറുമ്പോൾ 1000 വരും. സോ I0 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? V0/XC എന്ന് എഴുതാം. V0 50 root 2 divided by 1000 എന്ന് വരും. അപ്പോൾ 0 ക്യാൻസൽ ചെയ്യാം. സോ 5 root 2 divided by 100 വരും. 500ൽ 20 പ്രാവശ്യം പോലും, അപ്പോൾ 20 വരില്ലേ? root 2 divided by 20 വരും. I0 അല്ല വേണ്ടത്, എനിക്ക് IRMS ആണ് വേണ്ടത്. സോ വാട്ട് ഈസ് IRMS? IRMS is equal to I0/root 2. root 2 divided by 20 divided by root 2. root 2 ക്യാൻസൽ ചെയ്താൽ 1/20 എന്ന് വരും. 1/20 എന്ന് പറഞ്ഞാൽ 1/2.5 അല്ലേ? അപ്പോൾ 0.05 ആംബിയർ എന്ന് വരും. അപ്പോൾ നമ്മളതിനെ 5 × 10⁻², ആംബിയർ, അല്ലെങ്കിൽ 50 × 10⁻³ ആംബിയർ, അല്ലെങ്കിൽ 50 മില്ലി ആംബിയർ. ആൻസർ ഈസ് ഓപ്ഷൻ 1 എഴുതി കൂടെ. 50 മില്ലി ആംബിയർ, ആൻസർ ഈസ് ഓപ്ഷൻ 1. നോക്കിയാൽ കണക്ഷൻ പോകുന്ന നോക്കിയാൽ എന്തോ രസമല്ലേ? പ്രോബ്ലം ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ പോവുക. യെസ്, നോക്ക്. ദ നെറ്റ് ഇംപഡൻസ് ഓഫ് സർക്യൂട്ട് ഷോൺ ഫിഗർ വിൽ ബി. ഇംപഡൻസ് അല്ലേ? വാട്ട് ഈസ് ഇംപഡൻസ്? ഇംപഡൻസ് ഇസ് ഈക്വൽ ടു √R² പ്ലസ് XL - XC ഹോൾ². അതായത് ഏതാ വലുത് അതിന് കുറയ്ക്കുക. XL - XC ഓർ XC - XL വാട്ടവർ. സോ ഇവിടെ ആറിൻ്റെ വാല്യൂ 10 തന്നിട്ടുണ്ട്. XL XC തന്നിട്ടില്ല, പക്ഷേ XL XC കണ്ടുപിടിച്ചോട്ടെ. XL is equal to L omega. L 50 divided by π. ഒമേഗ എന്ന് പറഞ്ഞിരിക്കുന്നത് 2πf ആണ്. F 50 ആണെന്ന് പറയുന്നുണ്ട്. π ക്യാൻസൽ ചെയ്യുന്നു. 50 × 2 100. ഇത് മില്ലി ആണല്ലേ? മില്ലി ആകുമ്പോൾ × 10⁻³ കൂടി കൊടുക്കണേ. 50 × 2 100. 100ൽ 0 പോയി കഴിഞ്ഞാൽ ഇവിടെ 5 എന്ന് കിട്ടും. വാട്ട് ഈസ് XC? 1/C omega. C എത്രയാണ്? 10⁻³ ഒമേഗ 2πf. എഫിൻ്റെ വാല്യൂ 50. π ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ മൈക്രോ ആണ്. × 10⁻⁻6. എപ്പോഴും ശ്രദ്ധിക്കാട്ടെ യൂണിറ്റ്. ദെൻ 50 × 2 100. 100 × 10⁻³ 10⁻5. 10⁻5ഉം 10⁻⁻6ഉം 10⁻1. അത് മുകളിൽ പോയാൽ 10 എന്ന് വരും. സോ Z is equal to √R 10 10² പ്ലസ് XL 10 ആണ്, XC 5 ആണ്, അപ്പോൾ 5² വരും.
അപ്പം റൂട്ട് ഓഫ് 125, അത് 25 × 5 ചെയ്താണെങ്കിൽ 5√5. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. 49th question, ആൻസർ ഈസ് ഓപ്ഷൻ 1. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. In an LCR series resonance circuit, the capacitance is changed from C to 4C. For the same resonant frequency, the inductance should be changed L2. അതായത് എക്സ് റെസണൻറ്റ് ഫ്രീക്വൻസി 1/√LC അല്ലേ. ന്യൂ റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റൂട്ട് സി എന്തായി മാറി, 4C ആയി മാറി. അപ്പോൾ അതേ റെസണൻറ്റ് ഫ്രീക്വൻസി വരണമെങ്കിൽ എൽ എന്തായി മാറണം, L/4 ആയിട്ട് മാറണം. എന്നാലേ അത് ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. So answer is option 4. 50th question, answer is option 4. So listen guys, നമ്മൾ മൂവ് ഇൻ ടു ദീസ് 50 questions. നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. Q = NE. ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളിലുള്ള ഇക്വേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് Q = NE ആണ്. സോ മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ ഒരു ചാർജിന് 6 ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ ചാർജ് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള ലോജിക്ക്. തേർഡ് വൺ, കോർണറിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സിൻ്റെ ഇക്വേഷൻ, ഫ്ലക്സ് ത്രൂ 1 കോർണർ. ദെൻ രണ്ട് സ്ഫിയേഴ്സ് ഐഡൻറ്റിക്കൽ അല്ലാത്ത സ്ഫിയേഴ്സ് കണക്ട് ചെയ്ത സമയത്ത് പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്ന വരെ ചാർജ് ഫ്ലോ ചെയ്യും. ഈ റിസൾട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന റിസൾട്ടാണ്. യെസ്. അതിനുശേഷം ഹെക്സഗണിൻ്റെ ഒരു കേസ്, പൊട്ടൻഷ്യൽ ഇക്വേഷൻ നോക്കുക. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ടോപ്പിക്കിലെയും ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇക്വേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. യെസ്. അപ്പോൾ ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കുറേ മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. യെസ്. സോ അടിപൊളിയായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുക. യെസ്. എല്ലാ ചാപ്റ്ററിലെയും എല്ലാ ഇമ്പോർട്ടൻറ്റ് ഏരിയാസും കൂടി ഈ ഒരു ടോപ്പിക്കിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചാപ്റ്ററും നല്ല വൃത്തിയിൽ മനസ്സിലാക്കി വേണം മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ. എല്ലാ ഇക്വേഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ്. യെസ്. സോ മൂവിങ് ടു ദീസ് 50 questions. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു. അടുത്ത എക്സാം ഇതേപോലെ അടിപൊളിയായിട്ട് എഴുതുക. മോക്ക് എക്സാമിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സി യു ഓൾ. ബൈ.